CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഇഡിക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. രണ്ടാം തവണയാണ് വീണയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. 29-ന് ഹാജരാകാനായിരുന്നു ഇഡി അറിയിച്ചിരുന്നത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, 29-ാം തീയതി ഹാജരാകാനായിരുന്നു ഇഡിയുടെ ഭാഗത്തുനിന്നും അറിയിച്ചിരുന്നത്. SFIO എല്ലാ രേഖകളും കൈമാറിയിരുന്നു. ഈ ഒരു രേഖകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ടാം തവണ വീണ്ടും ഈ ചോദ്യം ചെയ്യലിന് വീണ ഇപ്പോൾ ഇഡിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? 29-ാം തീയതിയാണ് ED ഓഫീസിലെത്താൻ വീണയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം എക്സാലോജിക് കേസുമായി അല്ലെങ്കിൽ ഇടപാടുമായി ബന്ധപ്പെട്ട് SFIOയുടെ കൈവശമുണ്ടായിരുന്ന 134 രേഖകളും കോടതിയുടെ നിർദ്ദേശപ്രകാരം EDക്ക് കൈമാറി. ഇത് ഹാർഡ് ഡിസ്ക് കോപ്പിയായിട്ട് മുദ്രവെച്ച കവറിലായിരുന്നു EDക്ക് കൈമാറിയത്. ആ രേഖകൾ കിട്ടിയതിന് ശേഷം ED ഉദ്യോഗസ്ഥർ തന്നെ വീണയെ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ വീണയുടെ ചോദ്യം ചെയ്യലിൽ നേരത്തെ ഹാജരാകാൻ കഴിയുമോ എന്നുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ന് തന്നെ EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. കാരണം ഇത് രണ്ടാം തവണയാണ് EDക്ക് മുന്നിലേക്ക് ഹാജരാകുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ആദ്യം ഈ മാസം 17-ാം തീയതി വീണ EDക്ക് മുന്നിൽ ഹാജരായിരുന്നെങ്കിലും അന്ന് കൃത്യമായ രേഖകളൊന്നും തന്നെ EDയുടെ കൈവശം ഇല്ലായിരുന്നു. കാരണം ഈ എക്സാലോജിക് മാസപ്പൊടി കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുള്ളത് SFIO എന്ന കേന്ദ്ര ഏജൻസിയാണ്. അവർ നടത്തിയ അന്വേഷണത്തിൽ വീണയും എക്സാലോജിക് കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച 134 രേഖകൾ അവർ തയ്യാറാക്കിയിരുന്നു. അതിൽ ഇമെയിൽ സന്ദേശങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ ഇമെയിൽ സന്ദേശങ്ങളും രേഖകളും അടങ്ങുന്ന പ്രത്യേക ഹാർഡ് ഡിസ്ക് ഇന്നലെയാണ് EDയുടെ കൈവശം കിട്ടിയത്. അതുകൊണ്ട് തന്നെ അന്വേഷണം വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ED ഉദ്യോഗസ്ഥർ ടെലിഫോണിലൂടെ വീണയുമായി സംസാരിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ അവർ ED ഓഫീസിൽ കൊച്ചിയിൽ ഹാജരായിരിക്കുന്നത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീണയെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അന്ന് അവർ നൽകിയ ഉത്തരങ്ങൾക്ക് വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ED ഓഫീസിൽ നിന്നും പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ഏകദേശം 8.5 മണിക്കൂർ സമയമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തത്. അതിലേകദേശം 122ഓളം ചോദ്യങ്ങൾ അന്ന് ED ഉദ്യോഗസ്ഥർ വീണയോട് ചോദിച്ചിരുന്നു. ഇതിൽ കൂടുതലും എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളായിരുന്നു. ഇടപാടുകൾ നടത്തിയത് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള രേഖകൾ ഇതിനായി വിനിയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ തന്നെയും വീണ നൽകിയ ഉത്തരങ്ങളിൽ കൃത്യമായ ഒരു തൃപ്തി EDക്ക് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ചില ഉത്തരങ്ങളിൽ വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അന്ന് തന്നെ വീണ്ടും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി ED തയ്യാറെടുത്തിരുന്നു. തുടർന്നാണ് അവർക്ക് ED വീണ്ടും നോട്ടീസ് അയച്ച് ഈ മാസം 29-ന്, അതായത് വരുന്ന തിങ്കളാഴ്ച ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചത് നേരത്തെ തന്നെ EDക്ക് SFIOയുടെ രേഖകൾ ലഭിച്ചിരുന്നു. ആ രേഖകൾ കൂടി അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആ എക്സാലോജിക്കും CMRലുമായി നടത്തിയിട്ടുള്ള പണമിടപാടുകൾ സംബന്ധിച്ച രേഖകൾ, ഒപ്പം തന്നെ ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയ ഒരു റിപ്പോർട്ടും ഒപ്പം തന്നെ രേഖകളുമാണ് SFIO EDക്ക് കൈമാറിയിരിക്കുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വീണ EDക്ക് നൽകിയ മറുപടി അനുസരിച്ചാണെങ്കിൽ അവർ ഇടപാടുകളെല്ലാം നേരിട്ടായിരുന്നു. മാത്രവുമല്ല, രേഖകളൊന്നും തന്നെ കൈവശമില്ല. എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്ന തരത്തിലൊക്കെയുള്ള മറുപടികളായിരുന്നു അന്ന് വീണ നൽകിയിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ വീണയുടെ തിരുവനന്തപുരത്തുള്ള ലോക്കറുകളിൽ, അതായത് HDFC ബാങ്കിൻ്റെ ലോക്കറുകളിൽ ഈ പ്രത്യേക ED സംഘം പരിശോധന നടത്തിയിരുന്നു. അന്ന് കുറച്ച് രേഖകൾ കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളൊന്നും തന്നെ ED പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും ED ഓഫീസിന് മുന്നിലേക്ക്, അല്ലെങ്കിൽ EDക്ക് മുന്നിലേക്ക് വീണ എത്തിച്ചേരുന്നത്. അല്പസമയം മുമ്പാണ് വീണ ED ഓഫീസിൽ ഹാജരായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ഈ കേസിൻ്റെ ഈ അന്വേഷണം ഇത്ര വേഗത്തിലാക്കുന്നത്, സാധാരണഗതിയിൽ ED ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട നൽകുന്ന തീയതികളിൽ മാത്രം ചോദ്യം ചെയ്യുന്ന പതിവാണ് ഉള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ ഹാജരാകാമോ എന്നുള്ളൊരു നിർദ്ദേശം വീണയ്ക്ക് മുന്നിലേക്ക്
വെക്കുകയും അത് അവർ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ തിങ്കളാഴ്ച അവർക്ക് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ഹാജരാകാൻ തയ്യാറാണെന്ന് ED വൃത്തങ്ങളെ അറിയിച്ചുവെന്നും അതനുസരിച്ച് ED വൃത്തങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറായി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും വിശ്വസനീയമായ വിവരങ്ങൾ അനുസരിച്ച് ഈ രേഖകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് SFIOയുടെ 134 രേഖകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുക എന്ന ഒരു ദൗത്യത്തിലേക്ക് ED കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ SFIOയുടെ കൈവശമുണ്ടായിരുന്ന രേഖകളിൽ പലതും കൃത്യമായും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ തന്നെയായിരുന്നു എന്ന് SFIO തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അത് ഒരു വർഷം മുമ്പ് അവരെ ചെന്നൈയിലുള്ള SFIOയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളും രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ രേഖകളാണ് ഇപ്പോൾ EDക്ക് കൈമാറിയിരിക്കുന്നത്. ED ഈ രേഖകൾ വെച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. മെയ് 27 ആയിരുന്നു ആദ്യഘട്ടത്തിലെ നീക്കം. അത് കോടതിയുടെ അനുമതി കിട്ടിയ ഉടൻ തന്നെ മെയ് 27 വീണയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അന്ന് അവരുടെ പക്കൽ നിന്ന് കുറേ രേഖകളും ഒപ്പം തന്നെ മൊബൈൽ ഫോൺ വിവരങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു. അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചു. അതിന് തൊട്ടു പിന്നാലെ അവരുടെ ബാങ്ക് ലോക്കറുകളിൽ പരിശോധന നടത്തി. ഒപ്പം തന്നെ ജൂൺ 17 ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി കേസ് വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ തന്നെയാണ് EDയുടെ നീക്കം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ CMRLലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മക്കൾ, മരുമകൻ എന്നിവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, SFIOയുടെ കൈവശത്ത് നിന്ന് കിട്ടിയ രേഖകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കാം ED കടക്കാനുള്ള സാധ്യത. കാരണം SFIOയുടെ രേഖകൾ അനുസരിച്ച് എക്സാലോജിക്ക് CMRൽ നിന്നും 2.78 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച ഇമെയിൽ രേഖകൾ അവരുടെ കൈവശമുണ്ട് എന്നുമാണ് SFIOയുടെ വാദം. ആ രേഖകൾ കൂടി വെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് വീണയെ ചോദ്യം ചെയ്യാൻ സാധ്യത. ബിനോയ്, ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നായിരുന്നു ED കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ എല്ലാ തെളിവുകളും ശേഖരിച്ച് വളരെ ശക്തമായാണ് ED നടപടികളൊക്കെ നീക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകളുമൊക്കെ ED ശേഖരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ വീണയെ സംബന്ധിച്ച് ഇനിയും ഒരു മൊഴിയിൽ പൊരുത്തക്കേട് ഉണ്ടാവുകയാണെങ്കിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ വീണയെ സംബന്ധിച്ച് വലിയ നിർണായകമായിരിക്കില്ലേ? തീർച്ചയായും ഈ ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കും. കാരണം ആദ്യ 2 പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോഴും EDയുടെ കൈവശം മതിയായ രേഖകളൊന്നും തന്നെ ഇല്ലായിരുന്നു. സ്വാഭാവികമായും EDക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഈ വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയും, അതായത് CMRLൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആദായ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് അവരുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി 2.78 ലക്ഷം രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നതും അത് ചെയ്യാത്ത സേവനത്തിന്, അല്ലെങ്കിൽ നൽകാത്ത സേവനത്തിനാണ് ഈ തുക കൈപ്പറ്റിയതെന്നുമായിരുന്നു കണ്ടെത്തൽ. ഈ കണ്ടെത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് ആദ്യഘട്ടത്തിൽ SFIOയും പിന്നീട് EDയും എത്തിച്ചേർന്നത്. നിലവിലെ സാഹചര്യത്തിൽ ED ഇപ്പോൾ ഒന്നാം ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അന്ന് കിട്ടിയ വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ SFIOയുടെ രേഖകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആ രേഖകൾ കൂടി വെച്ച് ചോദ്യം ചെയ്യുമ്പോഴേക്കും ഈ സാമ്പത്തികം, അല്ലെങ്കിൽ വീണയ്ക്ക് കിട്ടിയിരിക്കുന്ന ഈ 2.78 ലക്ഷം രൂപ എങ്ങനെയൊക്കെ വിനിയോഗിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ പണം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി നിക്ഷേപിച്ചോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭ്യമാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ED വേഗത്തിൽ ഈ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്നാൽ ആദ്യ ദിവസം, അല്ലെങ്കിൽ ജൂൺ 17 ചോദ്യം ചെയ്തപ്പോൾ അവർ വ്യക്തമായും ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നെങ്കിൽ തന്നെയും പക്ഷേ നൽകിയ ഉത്തരങ്ങളിൽ വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുണ്ടായിരുന്നു എന്ന് ED തന്നെ പറയുന്നു. അതുകൊണ്ടാണ് രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും വീണയുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ മറുപടികൾ കിട്ടും. ആ മറുപടികളും ഈ രേഖകളുമായി ഒത്തുനോക്കിയുള്ള നീക്കത്തിനെ കുറിച്ചായിരിക്കും ED ഇപ്പോൾ ഒരു നീക്കം. അത് മാത്രവുമല്ല, CMRLലെ ഉദ്യോഗസ്ഥർ, CMRLൻ്റെ ഉടമ, ബന്ധുക്കൾ, ഇവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവർ നൽകിയ വിവരങ്ങൾ കൂടി വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.